എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 +2 പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനിയുള്ള പരീക്ഷ എന്ന് പറയുന്നത് +2വിൻ്റെ പരീക്ഷ മാർച്ച് 17-ാം തീയതി തിങ്കളാഴ്ച മാത്തമാറ്റിക്സ് പാർട്ട് 3 ലാംഗ്വേജസ്, അതുപോലെ സംസ്കൃത ശാസ്ത്രം, അതുപോലെ തന്നെ സൈക്കോളജി എന്നിവയാണ്. അതുപോലെ തന്നെ +1 വിദ്യാർത്ഥികൾക്ക് ആണെങ്കിൽ കെമിസ്ട്രിയാണ് പരീക്ഷ. അതായത് 15/3/2025 ശനിയാഴ്ചയാണ്, മാർച്ച് 15-ാം തീയതിയാണ്. അപ്പോൾ കെമിസ്ട്രി, ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, ബിസിനസ് സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നിവയാണ്. അപ്പോൾ വിദ്യാർത്ഥികളിൽ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൽ കെമിസ്ട്രി രജിസ്ട്രേഷൻ ചെയ്ത +2 രജിസ്ട്രേഷൻ ചെയ്തവരോ +1 കെമിസ്ട്രി രജിസ്ട്രേഷൻ ചെയ്തവരോ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു പരീക്ഷ എഴുതാം. അതുപോലെ തന്നെ +1 ഇംപ്രൂവ്മെൻറ്റ് വിഭാഗത്തിൽ കെമിസ്ട്രി പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്കും ഈ ഒരു പരീക്ഷ എഴുതാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കെമിസ്ട്രി പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് ഡബിൾ പാസ് മാർക്ക് കിട്ടണമെങ്കിൽ എത്ര മാർക്ക് നേടണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. കെമിസ്ട്രി ആണെങ്കിൽ നിങ്ങൾക്ക് അത് 60 മാർക്കിലാണ് വരിക. 60-ൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് ഒരു വർഷം വേണ്ടത് 18 ആണ്. അതുപോലെ നിങ്ങൾക്ക് ഡബിൾ പാസ് മാർക്കാണ് നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ 36 മാർക്ക് വാങ്ങിക്കുക. ഇതിൽ കൂടുതൽ മാർക്ക് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് പെർസെൻറ്റേജ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അത് കൂടുതൽ പ്രയോജനപ്രദം ആകുകയും ചെയ്യുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അതായത് പല വിദ്യാർത്ഥികളും കെമിസ്ട്രി പരീക്ഷ ടഫായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായതോ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ +1 ഇംപ്രൂവ്മെൻറ്റിന് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലോ അതല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൽ +1 അല്ലെങ്കിൽ +2 കെമിസ്ട്രി പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികളോ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് തന്നെ ഈ ഒരു പരീക്ഷ എഴുതിയിട്ട് ജയിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് 17-ാം തീയതിയുള്ള മാത്സിൻ്റെ പരീക്ഷ. +2 വിദ്യാർത്ഥികൾക്കാണ് മാത്സിൻ്റേത് വരുന്നത്. അപ്പോൾ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഈ 2 വിഭാഗങ്ങളിലായിട്ടുണ്ട്. അതായത് ഓൾഡ് സിലബസും ന്യൂ സിലബസും. ഓൾഡ് സിലബസ് ആണെങ്കിൽ അത് 80 മാർക്കിലാണ് വരിക. 80-ലാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥികൾക്ക് 24 മാർക്ക് ജയിക്കാനായിട്ട് വേണം. അതുപോലെ ന്യൂ സിലബസ് ആണെങ്കിൽ അത് 60 മാർക്കിലാണ് വരുന്നത്. 60-ൽ ജയിക്കാനായിട്ട് 18 മാർക്കാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഇരട്ടിയാണ് ഡബിൾ പാസ് എന്ന് പറയുന്നത്. 24-ൻ്റെ ഇരട്ടി 48, അതുപോലെ 18 മാർക്കിൻ്റെ ഇരട്ടി 36 മാർക്ക്. ഈ ഒരു രീതിയിലാണ് ഡബിൾ പാസ് ഉണ്ടാവുക. അതായത് 24-ൻ്റെ ഇരട്ടി 48ഉം അതുപോലെ തന്നെ 18-ൻ്റെ ഇരട്ടി 36 മാർക്കുമാണ് ഉണ്ടാവുക. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു രീതിയിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ നീറ്റ് അല്ലെങ്കിൽ കീമിൻ ഒക്കെ അപേക്ഷിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റൊക്കെ തയ്യാറാക്കുന്നതിൽ അല്ലെങ്കിൽ JEEക്കൊക്കെ ഈ മാത്സിൻ്റെ മാർക്ക് ഉപയോഗപ്പെടുത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം മാർക്ക് വാങ്ങിക്കുക. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് +2വിൻ്റെ സേ പരീക്ഷ എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളത്, ഏത് ഡേറ്റിലാണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ +2വിൻ്റെ സേ പരീക്ഷ ഉണ്ടാവുന്നത് അതുപോലെ സേ ഓർ ഇംപ്രൂവ്മെൻ്റ് ആണ്. സേയോ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റോ എന്നാണ് അതിൻ്റെ അർത്ഥം. അത് +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എന്നാണ് എക്സാമിൻ്റെ പേര്. അപ്പോൾ ഈ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവുക ജൂൺ മാസത്തിലാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ രജിസ്ട്രേഷൻ ഉണ്ടാവുക നിങ്ങളുടെ +2വിൻ്റെ റിസൾട്ട് എപ്പോഴാണ് വരുന്നത് ആ റിസൾട്ട് വന്ന് തൊട്ടടുത്ത ദിവസം മുതൽ നിങ്ങൾക്ക് +2 സേ പരീക്ഷയ്ക്കുള്ള അപേക്ഷ നിങ്ങൾ ഏത് സ്കൂളിലാണോ +2 അല്ലെങ്കിൽ +1 പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വിദ്യാർത്ഥികൾക്ക് +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ +2വിൻ്റെ സബ്ജക്റ്റിൻ്റെതാണ് സേ ഓർ ഇംപ്രൂവ്മെൻറ്റ്, അല്ലാതെ +1ൻ്റെ സബ്ജക്റ്റിൻ്റേത് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ +2 സബ്ജക്റ്റാണ് പഠിക്കേണ്ടത്. കാരണം പല വിദ്യാർത്ഥികളും +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൽ +1ൻ്റേതാണോ ചോദിക്കാറുണ്ട്. +1ൻ്റേതല്ല, +2വിൻ്റെ സബ്ജക്റ്റിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പരീക്ഷ ഉണ്ടാവുക. അപ്പോൾ വിദ്യാർത്ഥികൾ എത്ര വിഷയം +2 തോറ്റിട്ടുണ്ട് അത്രയും വിഷയങ്ങൾ നിങ്ങൾക്ക് +2 സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. അതുപോലെ ജയിച്ച വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ മാർക്ക് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അതുപോലെ ഒരു വിദ്യാർത്ഥിക്ക് ഒന്നുകിൽ ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ സേ പരീക്ഷയാണ് എഴുതാൻ സാധിക്കുക. അതുപോലെ പ്രാക്ടിക്കൽ എഴുതാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കലിനും സേ പരീക്ഷയുണ്ട്. അപ്പോൾ അങ്ങനെയും വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാവുന്നതാണ്. പ്രാക്ടിക്കലിൻ്റെ സേ പരീക്ഷ ഏകദേശം മെയ് 29, 30 ആ ഒരു ഡേറ്റിലൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഈ വർഷത്തെ സേ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ആ ഒരു നോട്ടിഫിക്കേഷൻസിൽ കൃത്യമായിട്ട് അത് അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷകൾക്ക്, അതായത് ഇനി എത്ര പരീക്ഷയുണ്ട് അതിനൊക്കെ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ജൂൺ മാസത്തിലാണ് ഇതിൻ്റെ പരീക്ഷ. ഏപ്രിലിൽ രജിസ്ട്രേഷൻ, അതുപോലെ ജൂണിൽ പരീക്ഷ, ജൂലൈ അവസാനത്തോടെ റിസൾട്ടും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് കീമിന് അല്ലെങ്കിൽ നീറ്റിന് സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വീണ്ടും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഈ സേ പരീക്ഷയുടെ റിസൾട്ട് എപ്പോഴാണ് വരുന്നത്, അതുപോലെ തന്നെ നീറ്റ് അല്ലെങ്കിൽ കീമിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് വിദ്യാർത്ഥികളുടെ +2വിൻ്റെ മാർക്ക് എപ്പോഴാണ് അപ്ലോഡ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് വിദ്യാർത്ഥികൾക്ക് സേക്ക് ശേഷം കീമിൻ്റെയോ നീറ്റിൻ്റെയോ റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുന്നതിലായിട്ട് മാർക്ക് നൽകുന്നതിനായിട്ട് പറ്റുമോ എന്നുള്ള കാര്യം പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നിങ്ങളെ ആ ഒരു വിവരം കൃത്യമായിട്ട് അറിയിക്കുന്നതാണ്. നിലവിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ പരീക്ഷകൾക്കൊക്കെ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ചോദിച്ചതാണ് +2 സേ പരീക്ഷ എഴുതിയിട്ടില്ലെങ്കിൽ, സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയിട്ടില്ലെങ്കിൽ പിന്നീട് ആ ഒരു വിദ്യാർത്ഥിക്ക് +2വിൻ്റെ ആ ഒരു തോറ്റ സബ്ജക്റ്റ് ജയിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഫെയിൽഡ് ആയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഒന്നുകിൽ +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതി ജയിക്കാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എഴുതാനായിട്ട് കഴിയില്ല, അതായത് നിങ്ങൾ
പഠിച്ചാലും സാധിക്കില്ല എന്ന് തോന്നുന്ന വിദ്യാർത്ഥികൾക്ക് പിന്നീടുള്ള അവസരം എന്ന് പറയുന്നത് അടുത്ത +2 അല്ലെങ്കിൽ +1 പബ്ലിക് എക്സാം ആണ്. അതായത് 2026 മാർച്ചിൽ നടക്കുന്ന +2 അല്ലെങ്കിൽ +1 പബ്ലിക് എക്സാം ആണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ വരിക ഏകദേശം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഈ ഒരു മാസത്തിനിടയിലൊക്കെ ആയിട്ടാണ് ഈ ഒരു +2 പബ്ലിക് എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ വരിക. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു ഡേറ്റൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് അപേക്ഷിക്കണം. അങ്ങനെ അഥവാ അപേക്ഷിക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നീട് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനൊക്കെ അവസരം ലഭിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയിട്ട് ജയിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയിട്ടും ജയിക്കാൻ പറ്റാതിരിക്കുന്ന വിദ്യാർത്ഥികളും ഇതേ രീതിയിൽ +2 അല്ലെങ്കിൽ +1 പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്ത് ഇപ്പോൾ നിങ്ങൾ ഈ വർഷം എഴുതുന്നത് പോലെ പിന്നീട് അടുത്ത വർഷത്തെ മാർച്ചിലെ പരീക്ഷ നിങ്ങൾ എഴുതിയിട്ട് നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഒരു വിദ്യാർത്ഥിക്ക് 6 വർഷത്തോളമാണ് നിങ്ങൾക്ക് ഈ ഒരു +2 എഴുതിയെടുക്കാനുള്ള അവസരം കിട്ടുക. അതിനുശേഷം പിന്നീട് നിങ്ങൾ തുല്യതയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭാഗം വഴിയോ നിങ്ങൾക്ക് ഈ ഒരു +2 നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആദ്യത്തെ അവസരത്തിലോ അല്ലെങ്കിൽ പിന്നീട് +2 സേ പരീക്ഷയിലോ എഴുതിയിട്ട് നിങ്ങൾ ജയിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സേ പരീക്ഷയ്ക്ക് ഒരു വിഷയത്തിന് 150 രൂപയാണ് ഫീസ്. പ്രാക്ടിക്കൽ എഴുതാത്ത വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കലിന് 25 രൂപ എക്സ്ട്രാ ഫീസ്. അതുപോലെ ഇതിനോടൊപ്പം 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസാണ് വരിക. അതുപോലെ +2 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ആണെങ്കിൽ ഒരു വിഷയമാണ് ഇംപ്രൂവ്മെൻറ്റ് നിലവിൽ ചെയ്യാനായിട്ട് സാധിക്കുക. അത് ഗവൺമെൻറ് ഓർഡർ അനുസരിച്ചിട്ടാണ് അതിൽ കൂടുകയോ കുറയോ എന്നുള്ളത് പറയാൻ സാധിക്കുള്ളൂ. അതിൻ്റെ ഫീസ് 500 രൂപയാണ് ഒരു വിഷയത്തിന്. അതുപോലെ 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസുമാണ് വരിക. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ഫീസിൽ വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നടക്കുന്ന പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.